ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. ഈ ചിത്രങ്ങൾ നിറഞ്ഞ പുസ്തകത്തിലേക്ക് നോക്കുന്നതോടൊപ്പം ഈ സുവർത്തമാനവും ശ്രദ്ധിക്കുക. ഇതുപോലെ ശബ്ദം വീണ്ടും കേൾക്കുമ്പോൾ അടുത്ത പേജിലേക്ക് ചിത്രങ്ങൾ ശ്രദ്ധിക്കുക. ചിലപ്പോൾ കേട്ട കാര്യങ്ങളെക്കുറിച്ച് ആവർത്തിച്ച് ചിന്തിക്കേണ്ടി വരുമ്പോൾ കാസറ്റ് നിർത്തുക, വീണ്ടും തുടർന്ന് ഗ്രഹിക്കുക. ആദ്യത്തെ ചിത്രത്തിലേക്ക് നോക്കാം. ചിത്രം 1. എല്ലാറ്റിനും മുൻപേ ദൈവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. എല്ലാം ശൂന്യവും പാഴുമായിരുന്നു. ദൈവം ഭൂമിയെ സൃഷ്ടിച്ചതിന് ശേഷം വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് അരുളിച്ചെയ്തു. വെളിച്ചം ഉണ്ടായി. ദൈവം സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഉണ്ടാക്കി. എത്രയും നല്ലവനായ ദൈവം സകലത്തെയും അവൻ ഭരിച്ച് നിയന്ത്രിച്ച് നിലനിർത്തുന്നു. ചിത്രം 2. ദൈവവചനം. ഈ കാണുന്ന പടം വിശുദ്ധ വേദപുസ്തകത്തിൻ്റെതാണ്. ഇത് ദൈവവചനമാണ്. ഇതിൽ ദൈവത്തെക്കുറിച്ചും അവൻ്റെ വഴികളെക്കുറിച്ചും മനുഷ്യരോടുള്ള അവൻ്റെ സ്നേഹത്തെക്കുറിച്ചും വിവരിക്കുന്നു. അവൻ്റെ വചനത്തിൽ നിന്നാണ് നിങ്ങളോട് സംസാരിക്കുവാനുള്ളത്. ചിത്രം 3. ദൈവം സർവത്തെയും സൃഷ്ടിച്ചു. അവൻ അരുളിച്ചതെല്ലാം അവൻ്റെ വചന പ്രകാരം ഉളവായി. അവൻ വെള്ളത്തെയും വെള്ളത്തിൽ നിന്ന് കരയെയും വേർതിരിച്ചു. സമുദ്രവും ഭൂമിയുമായി എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചു. വെള്ളത്തിലെ മത്സ്യങ്ങളെയും ആകാശത്തിലെ പറവകളെയും കരയിലെ മൃഗാദികളെയും സൃഷ്ടിച്ചു. അവൻ്റെ സൃഷ്ടി സമൃദ്ധനായി എല്ലാറ്റിനെയും താൻ നല്ലതെന്ന് കണ്ടു. ചിത്രം 4. ആദാമും ഹവ്വായും. ദൈവം ഭൂമിയിൽ ആദ്യത്തെ പുരുഷനെയും സ്ത്രീയെയും തന്റെ ആത്മീയ സാൻമാർഗിക സ്വരൂപത്തിൽ സൃഷ്ടിച്ചു. പുരുഷനെ ആദാമെന്നും സ്ത്രീയെ ഹവ്വ എന്നും വിളിച്ചു. അവർ തന്റെ സകല സൃഷ്ടികളിന്മേലും അധികാരം കൊടുത്തു. അവർക്കായി ഒരു മനോഹര തോട്ടം ഉണ്ടാക്കി. ദൈവം അവരെ അവിടെ പാർപ്പിക്കുകയും അവരോടൊത്ത് ദൈവം നടക്കുകയും കൂട്ടായ്മയായി സംസാരിക്കുകയും ചെയ്തു. അവർ ദൈവകുഞ്ഞുങ്ങളും സ്നേഹിതരുമായിരുന്നു. ആ തോട്ടത്തിലെ ഒരു വൃക്ഷത്തിലെ ഫലമൊഴികെ മറ്റെല്ലാം അവരുടെ ഭക്ഷണത്തിനായി കൊടുത്തു. എന്നാൽ ശത്രുവായ സാത്താൻ തോട്ടത്തിൽ വന്ന് ഹവ്വായെ വഞ്ചിച്ചു. ദൈവം തിന്നരുതെന്ന് പറഞ്ഞ ഫലം തിന്നുകയും അവൾ ആദാമിന് കൊടുക്കുകയും ആദാം ദൈവകൽപ്പന ലംഘിച്ച് ഫലം ഭക്ഷിച്ചു. അങ്ങനെ ദൈവകൽപ്പനയെ ലംഘിച്ച ദൈവ കൂട്ടായ്മയെ വിച്ഛേദിച്ച ആദാമിനെയും ഹവ്വായെയും ജീവവൃക്ഷ ഫലമെന്ന മറ്റൊരു ഫലം ഭക്ഷിച്ച് എന്നേക്കും പാപിയായി ജീവിക്കാതിരിക്കുവാൻ ദൈവം അവരെ ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്തിറക്കി വിട്ടു. ആദാമ്യ സന്തതികളായ സകല മനുഷ്യരും പാപത്തിൽ ജനിക്കുകയും പാപത്തിൽ ജീവിച്ച് പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ട് ആയതിനാൽ വേദനയും രോഗവും കഷ്ടതയും മരണവും മനുഷ്യൻ കടന്നു. ചിത്രം 5. കയീനും ഹാബേലും. ആദാമിന് ഹവ്വായ്ക്കും കുഞ്ഞുങ്ങൾ ജനിച്ചു. ഒന്നാമൻ കയീൻ, രണ്ടാമൻ ഹാബേൽ. അവർ വളർന്നു. മാതാപിതാക്കളിൽ നിന്ന് ദൈവത്തെക്കുറിച്ച് അറിയുവാൻ സാധിച്ചതിനാൽ അവർ രണ്ടുപേരും ദൈവത്തിന് യാഗം കഴിച്ചു. കയീന്റെ യാഗത്താൽ ദൈവം പ്രസാദിച്ചില്ല, കാരണം അത് തൻ്റെ ഇഷ്ടപ്രകാരവും തൻ്റെ വഴിയിലുമായിരുന്നു. എന്നാൽ ദൈവത്തെ യാഗത്തിൽ പ്രസാദിപ്പിച്ച തൻ്റെ സഹോദരനായ ഹാബേലിനെ കയീൻ ദേഷിച്ചു. കോപത്തിൽ ഹാബേലിനെ കൊന്നുകളഞ്ഞു. ദൈവ ന്യായവിധി കയീന്റെ മേൽ വന്നു. ദൈവം പാപത്തെ വെറുക്കുന്നു. ദൈവ കോപത്തെ ക്ഷണിച്ചു വരുത്തുന്നു. ദൈവം മനുഷ്യനുമായി കൂട്ടായ്മയിൽ ആയിരിക്കുവാൻ താല്പര്യപ്പെടുമ്പോൾ ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവത്തെ ഇല്ലാത്തവരായി തീർന്നതിനാൽ മനുഷ്യന്റെ പാപം ദൈവത്തിൽ നിന്നും തങ്ങളെ വേർപെടുത്തുന്നു. ചിത്രം 6. നോഹയുടെ പെട്ടകം. ആദാമിൻ്റെയും ഹവ്വായുടെയും തലമുറകൾ പലതായി. സന്താന പരമ്പരകൾ വർദ്ധിച്ചു. ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടുപോയ പാപികളായ മനുഷ്യർ അനുസരണക്കേടിനും പാപത്തിലും ദൈവത്തോട് മത്സരിച്ചു ജീവിച്ചു. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതും അവൻ്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും ദോഷമുള്ളതുമാകയാൽ ദൈവം വലിയ ജലപ്രളയത്താൽ ന്യായം വിധിക്കുവാൻ തീരുമാനിച്ചു. എന്നാൽ ദൈവകൃപ ലഭിച്ച നോഹ നീതിമാനായിരുന്നു. വരുവാനുള്ള ജലപ്രളയത്തിൽ നിന്നും നോഹയും കുടുംബത്തിൻ്റെയും രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം പണിയുവാൻ കൽപ്പിച്ചു. ദൈവം കൊടുത്ത മാതൃക പ്രകാരം പെട്ടകം പണിയുവാൻ നോഹയ്ക്ക് വളരെ വർഷങ്ങൾ എടുക്കേണ്ടി വന്നു.
പെട്ടകം പണിതിരുന്നതോടൊപ്പം തന്നെ നോഹ വരുവാൻ പോകുന്ന ദൈവകോപത്തെയും ജലപ്രളയത്തെയും പറ്റി മനുഷ്യന് മുന്നറിയിപ്പ് നൽകി. എന്നാൽ മനുഷ്യൻ തൻ്റെ അതിക്രമങ്ങളിൽ വർത്തിച്ചതല്ലാതെ നോഹയുടെ മുന്നറിയിപ്പിനെയോ ദൈവ ന്യായവിധിയെയോ ചെവി കൊള്ളുകയോ വിശ്വസിക്കുകയോ ചെയ്തില്ല. ചിത്രം 7. ജലപ്രളയം. ദൈവം സകല ജീവജാലങ്ങളിൽ നിന്നും ഈരണ്ടീരണ്ടായി ആണും പെണ്ണുമായി നോഹയുടെ അടുക്കൽ എത്തിച്ചു. അവർ പെട്ടകത്തിൽ കയറി. നോഹയും കുടുംബവും പെട്ടകത്തിൽ കടന്നു. നോഹയും ഭാര്യയും നോഹയുടെ 3 ആൺമക്കളും അവരുടെ ഭാര്യമാരടക്കം 8 പേർ പെട്ടകത്തിൽ കടന്നു. ദൈവം പെട്ടകത്തിന്റെ വാതിലടച്ചു. 7 നാൾ കഴിഞ്ഞ് ദൈവം വലിയ മഴയെ അയച്ചു. ഭൂമിയുടെ ആഴികളുടെ ഉറവുകൾ തുറക്കുകയും ജലപ്രളയം ആരംഭിക്കുകയും 40 ദിവസം ജലം ഉയർന്നുകൊണ്ടിരുന്നു. പെട്ടകം ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുകയുണ്ടായി. പെട്ടകത്തിന് വെളിയിലുണ്ടായിരുന്ന സകല ജീവജാലങ്ങളും മനുഷ്യരും ചത്തുപോയി. എന്നാൽ ദൈവത്തെ ഭയപ്പെട്ട് അനുസരിച്ച് നോഹയും കുടുംബവും പെട്ടകത്തിലൂടെ രക്ഷപ്രാപിച്ചു. ചിത്രം 8. അബ്രഹാമും സാറായും ഇസാക്കും. ജലപ്രളയത്തിന് ശേഷം ദൈവം നോഹയും കുടുംബത്തെയും പെട്ടകത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറക്കി അനുഗ്രഹിച്ചു. അവർ വർദ്ധിച്ചു. വീണ്ടും ഭൂമിയിൽ മനുഷ്യർ നിറഞ്ഞു. എന്നാൽ നോഹയുടെ വംശപാരമ്പര്യത്തിൽ പെട്ട അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്തു. അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ച് വലിയ ജാതിയാക്കുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്യുകയുണ്ടായി. അബ്രഹാം തൻ്റെ ഭാര്യ സാറായെയും വളരെ വയസ്സെന്ന് പ്രായമായിട്ടും അവർ കുട്ടികൾ ജനിച്ചില്ലായിരുന്നു. എന്നാൽ അറബ് രാജ്യങ്ങളുടെ പിതാവായ ഇസ്മായിൽ അബ്രഹാമിൻ്റെ ഭാര്യയായ സാറായിയുടെ മിസ്രയീമ്യ ദാസിയുടെ മകനാണ്. എന്നാൽ പ്രായമാറെ ആയിട്ടും ശക്തിയുള്ള ദൈവം അബ്രഹാമിന് സാറായിൽ ഒരു മകനെ നൽകി. അവനാണ് ഇസാക്ക്. എല്ലാ ജനങ്ങളെയും ഇസാക്കിന്റെ സന്തതിയിൽ കൂടി അനുഗ്രഹിക്കുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്തു. ചിത്രം 9. മോശയും ന്യായപ്രമാണവും. ഇസാക്കിന്റെ മകനായ യാക്കോബിന്റെ സന്താനങ്ങളെ ദൈവം അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ച് വലിയ ജാതിയാക്കി തീർത്തു. അവരാണ് ഇസ്രായേൽ ജനം. ആ വംശത്തിലെ മോശ ദൈവത്തിൽ വിശ്വസിച്ച് അനുസരിച്ച് ദൈവജനത്തിന് നേതൃത്വം നൽകി. ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്നും വാഗ്ദേശത്തേക്കുള്ള യാത്രയിൽ ദൈവം മോശയെ പർവ്വതത്തിന്റെ മുകളിലേക്ക് വിളിച്ച് ദൈവജനത്തെ പഠിപ്പിക്കുവാനും ഉപദേശിക്കുവാനുമായി കൽപ്പനകളെ കൊടുത്തു. ആ കൽപ്പനകളെ ദൈവം തന്നെ മോശയ്ക്ക് കല്ലിൽ എഴുതി കൊടുക്കുകയും ദൈവം ആ കൽപ്പനകൾ ദൈവമക്കളുടെ നന്മയ്ക്കായി അനുസരിക്കുവാൻ ഉപദേശിക്കുവാൻ അരുളി ചെയ്യുകയും ചെയ്തു. ചിത്രം 10. ദൈവം കൊടുത്ത നല്ല കൽപ്പനകൾ ആരനുസരിച്ചാലും ദൈവത്താൽ അനുഗ്രഹീതരായി തീരും. ഈ കൽപ്പനകൾ നാം ഏകസത്യ ദൈവത്തെ വിശ്വസിച്ച് സ്നേഹിച്ച് അനുസരിച്ച് ജീവിക്കണം എന്നും വിഗ്രഹങ്ങൾ ഉണ്ടാക്കുകയോ നമസ്കരിക്കുകയോ ചെയ്തെന്നും ദൈവനാമം വൃഥാ എടുക്കരുതുമാണ്. ആഴ്ചയിൽ ഒരു ദിവസം ദൈവത്തെ ആരാധിക്കുവാനും വിശ്രമിക്കുവാനുമായി മാറ്റിവെക്കണം. അപ്പനെയും അമ്മയെയും ബഹുമാനിക്കണം. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യങ്ങൾ പറയരുത്, മറ്റുള്ളവരുടെ യാതൊന്നിനെയും മോഹിക്കരുത് എന്നുള്ളതായിരുന്നു കൽപ്പനകൾ. ചിത്രം 11. പാപപരിഹാരത്തിനായുള്ള യാഗം. മോശയുടെ ന്യായപ്രമാണ കാലഘട്ടങ്ങളിൽ ദൈവകൽപ്പനയെ ലംഘിച്ച് പാപം ചെയ്താൽ ഒരാട്ടിൻകുട്ടിയെ പാപപരിഹാരമായി ദൈവത്തിന് യാഗം കഴിക്കണം. ആ ആട്ടിൻകുട്ടി പാപം ചെയ്തവന്റെ സ്ഥാനത്ത് മരിക്കുന്നു. നാം ദൈവത്തിൻ്റെ കൽപ്പനകളെ ലംഘിച്ച് പാപം ചെയ്യുമ്പോൾ ദൈവത്തിനെതിരായി നാം പാപം ചെയ്യുകയും കുറ്റം ചെയ്യുകയും ചെയ്യുന്നു. ഈ രക്തം ചിന്തി യാഗമായി തീരുന്ന കുഞ്ഞാട് വരുവാനുള്ള മഹായാഗമായ ദൈവകുഞ്ഞാടിനെ ചൂണ്ടിക്കാണിക്കുന്നു. ദൈവം തന്റെ പുത്രനായ യേശുക്രിസ്തുവിനെ മനുഷ്യന്റെ പാപപരിഹാര യാഗത്തിനായി രക്തം ചൊരിഞ്ഞ് മരിക്കുവാൻ, നമ്മുടെ പാപപരിഹാരം വരുത്തുവാൻ ലോകത്തിലേക്ക് അയച്ചു. ചിത്രം 12. വാഗ്ദത്തം ചെയ്ത രക്ഷകൻ.
ദൈവിക സമയമായപ്പോൾ ഗലീലെ നസ്രത്ത് പട്ടണത്തിൽ യോസെഫിന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യയായ മറിയയുടെ അടുക്കൽ ദൈവം ഗബ്രിയേൽ എന്ന ദൂതനെ അയച്ചു. ദൂതൻ മറിയയോട്, മറിയേ, ഭയപ്പെടേണ്ട, നിനക്ക് ദൈവകൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. മറിയ ആശ്ചര്യത്തോടെ, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇത് എങ്ങനെ സംഭവിക്കും? ദൂതൻ അരുളി ചെയ്തു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്ന് ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. അങ്ങനെ നിന്നിൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ സന്താനം ആ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ദൂതൻ യോസെഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ഭയപ്പെടേണ്ട, നിനക്ക് വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന മറിയയിൽ പരിശുദ്ധാത്മാവിൽ ഉരുവായിരിക്കുന്ന മകനെ അവൾ പ്രസവിക്കുമ്പോൾ യേശു അല്ലെങ്കിൽ രക്ഷിതാവ് എന്നർത്ഥമുള്ള പേർ വിളിക്കണം. തൻ്റെ ജനത്തെ അവരുടെ പാപത്തിൽ നിന്ന് രക്ഷിക്കും. യോസെഫ് മറിയെ ചേർത്തുകൊണ്ട് അവൾ ജാതനാകുവാനിരിക്കുന്ന യേശു ജനിക്കുന്നതുവരെ അവളെ പരിഗ്രഹിക്കാതിരുന്നു. ചിത്രം 13. യേശുവിൻ്റെ ജനനം. യേശുവിൻ്റെ ജനന സമയമായപ്പോൾ കൈസരുടെ ആജ്ഞപ്രകാരം എല്ലാവരും അവരവരുടെ പൂർവീകരുടെ പട്ടണത്തിൽ പേർ ചേർക്കണം എന്ന കൽപ്പനയുണ്ടായി. ആയതിനാൽ യോസെഫും മറിയയും തൻ്റെ പൂർവീകരുടെ പട്ടണമായ ബെത്ലഹേമിൽ പോയി. അവർ ബെത്ലഹേമിൽ എത്തിയപ്പോൾ അവർക്ക് താമസിക്കുവാൻ സ്ഥലമില്ലായകയാൽ പശുത്തൊഴുത്തിൽ അഭയം തേടേണ്ടി വന്നു. അവിടെ മറിയ തൻ്റെ ആദ്യജാതനായ യേശുവിനെ പ്രസവിച്ച് ശീലയിൽ പൊതിഞ്ഞ് പശുത്തൊട്ടിൽ കിടത്തി. രാത്രിയിൽ ആട്ടിൻകൂട്ടത്തിന് കാവൽ നിന്നവരായ ഇടയന്മാർക്ക് ഒരു ദൂതൻ പ്രത്യക്ഷമായി, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. പെട്ടെന്ന് സ്വർഗീയദൂതന്മാരുടെ ഒരു സംഘം പ്രത്യക്ഷമായി ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. ഇടയന്മാർ ബെത്ലഹേമിൽ രക്ഷിതാവിനെ കാണുവാൻ പോയി. അവർ യേശുവിനെ ശീലയിൽ പൊതിഞ്ഞ് കിടത്തിയിരിക്കുന്നു കണ്ടു. മറ്റുള്ളവരോട് അവർ യേശുവിനെക്കുറിച്ച് ദൂതൻ പറഞ്ഞത് അറിയിച്ചു. എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ചിത്രം 14. യേശു എന്ന ഉപദേശകൻ. യേശു യോസെഫിൻ്റെയും മറിയയുടെയും ഭവനത്തിൽ വളർന്നു. 12 വയസ്സായപ്പോൾ യോസെഫും മറിയയും യെരുശലേം ദേവാലയത്തിലേക്ക് അവനെ കൊണ്ടുപോയി. ശാസ്ത്രിമാരോടും പണ്ഡിതന്മാരോടും ദൈവത്തെപ്പറ്റി ഉപദേശം കേൾക്കുകയും ചോദിക്കുകയും ചെയ്തപ്പോൾ അവർക്കെല്ലാം ആശ്ചര്യമുണ്ടായി. അവന് 30 വയസ്സായപ്പോൾ തൻ്റെ പരസ്യമായ ശുശ്രൂഷ ആരംഭിച്ചു. മറ്റുള്ളവരെ ഉപദേശിക്കുവാനും അത്ഭുത പ്രവൃത്തികൾ ചെയ്യുവാനും തുടങ്ങി. ചിലർ അവനെ അവിശ്വസിച്ച് എതിർത്തപ്പോൾ അനേകർ അവനെ വിശ്വസിച്ച് അവനെ അനുഗമിക്കുവാൻ തുടങ്ങി. ചിത്രം 15. യേശുവിൻ്റെ അത്ഭുത പ്രവൃത്തികൾ. യേശു ദൈവവചനം ഉപദേശിച്ച് അതോടൊപ്പം തന്നെ വലിയ അത്ഭുതങ്ങളെയും ചെയ്യുകയുണ്ടായി. രോഗികളെ സൗഖ്യമാക്കി, കുരുടന്മാർ കാഴ്ച നൽകി, കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു. ദൈവത്തിൻ്റെ അതുല്യമായ ശക്തി അവനിൽ ജനങ്ങൾ കാണുവാൻ കഴിഞ്ഞു. ആയതിനാൽ അനേകരും അവൻ ദൈവത്താൽ അയക്കപ്പെട്ടവനാണെന്ന് സമ്മതിച്ച് അതിശയിക്കുക മാത്രമല്ല, അവന് നമ്മെയും സഹായിക്കുവാൻ കഴിയുമെന്ന് വിശ്വസിച്ച് അവനെ അനുഗമിച്ചു. ചിത്രം 16. യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങൾ. യേശുവിലും അവൻ്റെ അതിശയ പ്രവൃത്തികളിലും വിശ്വസിച്ച് അനേകർ അവൻ്റെ സഹായങ്ങൾ അനുഭവിക്കുകയും ദൈവമാർഗത്തെപ്പറ്റി പഠിച്ച് അവർ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും ചെയ്തു. യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നതിൻ്റെ മുഖ്യ ഉദ്ദേശം ദൈവത്തിൻ്റെ സ്നേഹം നമ്മെ അറിയിക്കുവാനും അനുഭവിപ്പാനും പാപത്തിൻ്റെ നഷ്ടപ്പെട്ടുപോയ മനുഷ്യരെ ദൈവത്തിങ്കിലേക്ക് തിരികെ കൊണ്ടുപോവുകയും ചെയ്യുന്നതിലേക്ക് വേണ്ടിയാണ്. എന്നാൽ ആ കാലത്തെ മതനേതാക്കന്മാർ അവൻ അസൂയപ്പെട്ടു, ഹൃദയം കഠിനപ്പെടുത്തി. യേശുക്രിസ്തു ദൈവത്താൽ അയക്കപ്പെട്ടവനാണെന്ന് വിശ്വസിക്കാതെ തള്ളിക്കളഞ്ഞു. ദൈവത്തോട് കൂടുതൽ അവർ പാപം ചെയ്തു. മാത്രമല്ല, യേശുക്രിസ്തുവിനെ കുറിച്ച് നുണകൾ പറഞ്ഞു പരത്തി അവൻ്റെ മേൽ കുറ്റം ചുമത്തി അവനെ പീഡിപ്പിച്ചു, പിടിച്ചു. പടയാളികളാൽ കഠിനമായി ഉപദ്രവിക്കപ്പെട്ട യേശുവിനെ മുള്ളിനാൽ കിരീടം പണിഞ്ഞ് തലമേൽ വെച്ച് ഉപദ്രവിച്ച് പരീക്ഷിച്ച് അവനെ നിസ്സാരനാക്കി. തനിക്ക് സകല മനുഷ്യരെയും നശിപ്പിക്കുവാൻ കഴിയുമായിരുന്നെങ്കിലും
അവൻ തന്നെത്താൻ അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. കാരണം ഇതെല്ലാം ദൈവഹിതാനുസരണം മനുഷ്യന് നന്മയ്ക്ക് വേണ്ടി താൻ അനുഭവിക്കേണ്ടതാണെന്ന് അവൻ അറിയാമായിരുന്നു. ചിത്രം 17. യേശുവിൻ്റെ ക്രൂശീകരണം. യേശുവിനെ അവർ പരിഹസിച്ച് മുറിവേൽപ്പിച്ചതിന് ശേഷം അവനെ മരക്കുരിശിൽ കൈകാലുകളിൽ ആണിയടിച്ച് തറച്ച് കൊന്നു. ആ മരക്കുരിശിൽ അവൻ മരിക്കുവോളം അവർ അവനെ തൂക്കി. അന്ന് കുറ്റവാളികളെ ഇങ്ങനെ കഠിനമായി ശിക്ഷിക്കുക പതിവായിരുന്നു. 2 കള്ളന്മാരെയും അവനോടൊപ്പം ഇടത്തും വലത്തുമായി ക്രൂശിച്ച് അവനെ അധർമ്മികളുടെ കൂട്ടത്തിൽ എണ്ണിയെന്ന് വരുത്തി. എന്നാൽ ഒരു കുറ്റവും ചെയ്യാത്ത യേശു നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ അവൻ കാൽവരി കുരിശിൽ ഏറ്റെടുത്തു. ഒരു വ്യത്യാസവുമില്ലാതെ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടവരായിരുന്ന നമ്മുടെ പാപത്തിനു വേണ്ടി നാം മരിക്കേണ്ട സ്ഥാനത്ത് നമുക്കെല്ലാവർക്കും വേണ്ടി യേശു ക്രിസ്തു നമ്മുടെ പാപത്തിന് ശിക്ഷ താൻ വഹിച്ചു. നാം പാപികളാണെന്ന് വിശ്വസിച്ച് സമ്മതിച്ച് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ ദൈവം ക്രിസ്തുയേശു മുഖാന്തരം നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കും. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീ രക്ഷ പ്രാപിക്കും. ചിത്രം 18. ഉയിർത്തെഴുന്നേൽപ്പ്. അവൻ്റെ സ്നേഹിതന്മാർ അവൻ്റെ ശരീരത്തെ കുരിശിൽ നിറക്കി അവൻ്റെ മരണശേഷം അടക്കം ചെയ്തു. ഒരു വലിയ കല്ല് ഉരുട്ടി അതിൻ്റെ വാതിൽ അടച്ച് മുദ്ര വെച്ചു. പടയാളികൾ കാവൽ നിന്നു. അവൻ്റെ ശത്രുക്കൾ അതോടെ യേശുവിനെ നശിപ്പിച്ചെന്ന് കരുതി. 3-ാമത്തെ ദിവസം അന്നത്തെ ആചാരമനുസരിച്ച് അവൻ്റെ ശരീരത്തിൽ സുഗന്ധവർഗം പൂശുവാൻ ചില സ്ത്രീകൾ അതിരാവിലെ കല്ലറയ്ക്കൽ ചെന്നു. കല്ലറയിലെ വാതിലെ മാറിയിരിക്കുന്നത് അവർ ശ്രദ്ധിച്ചു. 2 ദൂതന്മാർ അവർക്ക് പ്രത്യക്ഷപ്പെട്ട് യേശു മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു, അവനിവിടെ ഇല്ല എന്നറിയിച്ചു. അതെ, യേശു മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ അവൻ ദൈവമാണെന്ന് തെളിയിച്ചു. അവൻ ജീവിക്കുന്നു. അവൻ മരണത്തെയും സാത്താനെയും എന്നേക്കുമായി തോൽപ്പിച്ച് അതിജീവിക്കുന്ന നമ്മുടെ രക്ഷിതാവാണ്. ചിത്രം 19. തോമസ് വിശ്വസിക്കുന്നു. യേശുക്രിസ്തു ഉയർത്തെഴുന്നതിന് ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. അവരോട് സംസാരിക്കുകയും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തു. തോമസ് എന്ന ശിഷ്യൻ ആ സമയത്ത് അവരോടൊപ്പം ഇല്ലായിരുന്നു. അവൻ വന്നപ്പോൾ യേശു പ്രത്യക്ഷപ്പെട്ട വിവരം അവനോട് പറഞ്ഞു. തോമസ് പറഞ്ഞു, യേശുവിൻ്റെ മുറിവുകൾ കണ്ട് അതിൽ തൊട്ടുനോക്കിയാൽ മാത്രമേ അവൻ വിശ്വസിക്കുകയുള്ളൂ എന്ന്. ഒരാഴ്ച കഴിഞ്ഞ് ശിഷ്യന്മാർ കൂടിയിരിക്കുമ്പോൾ തോമസ് ഉണ്ടായിരുന്നു. യേശു അവർക്ക് പ്രത്യക്ഷനായി. തോമസ് യേശുവിനെ കണ്ട മാത്രയിൽ അവനെ കാൽക്കൽ വീണ് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ എൻ്റെ കർത്താവും ദൈവമേ എന്ന് വിളിക്കുകയുണ്ടായി. പിന്നെ തോമസ് ഒരിക്കലും സംശയിച്ചിട്ടില്ല. യേശു പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. എന്നാൽ കാണാതെ വിശ്വസിക്കുന്നവർ എത്രയോ ഭാഗ്യവാന്മാരാണ് എന്നവൻ അരുളി ചെയ്യുകയുണ്ടായി. ചിത്രം 20. സ്വർഗാരോഹണം. യേശുക്രിസ്തു ഉയർത്തതിനു ശേഷം പലതവണ അനേകർക്ക് അവൻ പ്രത്യക്ഷനായി. അവനെ കാണുകയും അവനോട് സംസാരിക്കുകയും ഭക്ഷിക്കുകയും ഒക്കെ ചെയ്തു. അവൻ ജീവിക്കുന്നുവെന്ന് അവൻ്റെ ശിഷ്യന്മാർക്ക് സംശയമെന്നെ മനസ്സിലായി. 40 നാളുകൾക്ക് ശേഷം അവൻ സ്വർഗത്തിലേക്ക് പോയി. അവൻ ഈ ലോകത്തിലേക്ക് വന്ന ദൗത്യം നിർവഹിച്ചു. യേശു അവരോട് കൽപ്പിച്ചു, നിങ്ങൾ ലോകമെമ്പാടും പോയി എൻ്റെ സാക്ഷികളായി മറ്റുള്ളവരെ ശിഷ്യരാക്കിക്കൊള്ളുക. അവരെ നിങ്ങൾ എന്നിൽ നിന്ന് കേട്ടത് പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും അതവർ അനുസരിക്കുകയും ചെയ്യുമ്പോൾ അവർ എൻ്റെ ശിഷ്യന്മാരായി തീരും. ശിഷ്യന്മാർ കാണുകെ അവൻ സ്വർഗത്തിലെ മേഘങ്ങൾ എടുക്കപ്പെട്ടു. അവൻ അദൃശ്യനാകുന്നവരെ അവൻ ഉറ്റുനോക്കി. അപ്പോൾ 2 ദൂതന്മാർ പ്രത്യക്ഷപ്പെട്ട് അവരോട്, നിങ്ങൾ എങ്ങനെ യേശു സ്വർഗത്തിലേക്ക് പോകുന്നത് കണ്ടുവോ, അപ്രകാരം അവൻ ഒരു നാൾ തിരികെ വരും. ഇപ്പോൾ യേശു സ്വർഗത്തിൽ അവൻ അരുളി ചെയ്തതുപോലെ അവൻ്റെ ജനത്തിനായി ഒരു സ്ഥലം ഒരുക്കുകയാണ്. നിങ്ങളും ഈ കർത്താവിനെ വിശ്വസിച്ച് അവനെ അനുഗമിക്കുമോ? അവൻ്റെ ജനമായി അവൻ്റെ വരവെങ്കിൽ നിങ്ങൾ അവനെ എതിരേൽക്കുവാൻ ഒരുങ്ങിയിരിക്കുമോ? ചിത്രം 21. കുരിശ് മാത്രം. എന്തിനു വേണ്ടി യേശു കുരിശിൽ മരിച്ചു? യേശു ചെയ്യാത്ത കുറ്റത്തിനു വേണ്ടി പാപികളായ നമ്മെ രക്ഷിക്കുവാൻ
നമ്മുടെ കുറ്റം അവൻ സ്വയം ഏറ്റെടുത്ത് രക്തം ചൊരിഞ്ഞ് മരിച്ചു. കുരിശ് നമ്മെ ചൂണ്ടിക്കാണിക്കുന്നത് ദൈവത്തെയും നമ്മെയും തമ്മിൽ വേർപെടുത്തിയ പാപത്തെ മാറ്റുവാൻ യേശു എനിക്ക് വേണ്ടി മരിച്ചു. യേശു പരിശുദ്ധനും പാപരഹിതനും ദൈവകുഞ്ഞാടും പാപികൾക്കുള്ള പാപയാഗവുമാണ്. നാം യേശുവിൽ വിശ്വസിച്ച് പാപത്തെ വിട്ടൊഴിയുമ്പോൾ ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് അപ്പോൾ നാം ദൈവമക്കൾ ആക്കുന്നു. അടുത്ത ചില ചിത്രങ്ങൾ കൂടി അങ്ങനെ ദൈവമക്കളായ നാം അവനെ എപ്രകാരം പിൻപറ്റാം എന്ന് ചിന്തിക്കാം. ചിത്രം 22. 2 പാതകൾ. യേശു നിത്യജീവന്റെ വഴിയെക്കുറിച്ച് പഠിപ്പിച്ചു. ആദാമ്യ പാപത്താൽ പാപ സ്വഭാവം ജന്മസിദ്ധമാക്കിയ നാം വിശാലമായ പാപത്തിന്റെ പാതയിലാണ് ജീവിതം തുടങ്ങുന്നത്. ദൈവത്തിങ്കിലേക്കുള്ള ഇടുങ്ങിയതും നേരുള്ളതുമായ പാതയിലേക്ക് യേശു ചിത്രത്തിൽ കാണുന്നത് പോലെ നമ്മെ വിളിക്കുന്നു. ഈ പാത സ്വർഗത്തിലെ നിത്യജീവനിലേക്കുള്ളതാണ്. ഈ ഇടുങ്ങിയതായ പാതയുടെ പ്രവേശനത്തിങ്കിൽ ഒരു കുരിശ് നിൽക്കുന്ന കാണാം. യേശു കുരിശിൽ നമ്മുടെ പാപത്തിനു വേണ്ടി മരിച്ചെന്ന് നാം വിശ്വസിച്ച് പാപത്തിൽ നിന്ന് മാനസാന്തരപ്പെടുമ്പോൾ നാം ആ പാതയുടെ പ്രവേശനത്തിൽ കടക്കുന്നു. എന്നാൽ ഒട്ടനവധി പേർ ആ പാതയിലേക്ക് മാനസാന്തരപ്പെടുന്നില്ല. കാരണം സ്വർഗത്തിലെ പാത അവർക്ക് ഇടുങ്ങിയതാണ്. നാശത്തിൻ്റെയും നരകത്തിൻ്റെയും വിശാല പാതയിൽ സഞ്ചരിക്കുവാനാണ് അവർക്കിഷ്ടം. എന്നാൽ ഏതു വഴി നീ തിരഞ്ഞെടുക്കുന്നു? എന്തുകൊണ്ട് ഇപ്പോൾ നീ ദൈവത്തോട് അപേക്ഷിച്ചുകൂടാ? കർത്താവായ ദൈവമേ, പരിശുദ്ധനായ അങ്ങ് നിന്റെ സന്നിധിയിൽ ഞാൻ പാപിയാണെന്ന് സമ്മതിക്കുന്നു. ഞാൻ അങ്ങയ്ക്കെതിരായി പാപം ചെയ്തു. യേശുക്രിസ്തു എൻ്റെ പാപത്തിൻ്റെ ശിക്ഷ ക്രൂശിൽ വഹിച്ചു. എന്നോട് ക്ഷമിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ എൻ്റെ പാപങ്ങളിൽ നിന്നും എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ. എന്നെ അങ്ങയുടെ പൈതലാക്കണമേ. കർത്താവായ യേശുവേ, അങ്ങൻ്റെ ഹൃദയത്തിലേക്ക് കടന്ന് വരണമേ. എന്നെ നിൻ്റെ കുഞ്ഞാക്കി തീർക്കുന്നതോടൊപ്പം കർത്താവേ, അങ്ങ് എൻ്റെ ഹൃദയത്തിൽ കടന്നു വന്ന് നിൻ്റെ മകനായി ജീവിക്കുവാൻ, മകളായി ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. നിന്നെ അനുഗമിക്കുവാനും അങ്ങയോടൊപ്പം സ്വർഗത്തിൽ ആയിരിക്കുവാനും എന്നെ അങ്ങ് സഹായിക്കണം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ചിത്രം 23. ദൈവമക്കൾ. ഈ ചിത്രത്തിൽ യേശു എല്ലാവരെയും, എല്ലാ വംശക്കാരെയും രാഷ്ട്രക്കാരെയും ഭാഷക്കാരെയും തന്നിലേക്ക് വിളിക്കുന്നു. അവനെ സ്വീകരിക്കുന്നവർക്ക് അവൻ്റെ മക്കളാകുവാൻ അവൻ അധികാരം കൊടുക്കുന്നു. ഇടുങ്ങിയതും നേരുള്ളതുമായ സ്വർഗീയ പാതയിലേക്കാവുന്നു അവൻ നമ്മളെ വിളിക്കുന്നത്. ദൈവകുഞ്ഞുങ്ങളുടേത് ഒരു വലിയ കുടുംബമാണ്. അവർ ധനികരോ ദരിദ്രരോ കറുത്തവരോ വെളുത്തവരോ സ്ത്രീകളോ പുരുഷന്മാരോ ആൺകുട്ടികളോ പെൺകുട്ടികളോ ആരായിരുന്നാലും അവരെല്ലാവരും കൂടി യേശുക്രിസ്തു ഒന്നായി ഒരു കുടുംബമായി തീരുന്നു. ചിത്രം 24. വീണ്ടും ജനനം. യേശു ലോകത്തിലായിരുന്നപ്പോൾ ഒരു രാത്രിയിൽ നിക്കോദമസ് എന്നൊരു മതപണ്ഡിതൻ യേശുവിൻ്റെ അടുക്കൽ വന്നു. അവൻ്റെ ചോദ്യത്തിങ്കിൽ യേശു അതിശയകരമായ ഒരു സത്യം അവനോട് പറഞ്ഞു. ദൈവ കുടുംബത്തിലാകണമെങ്കിൽ നീ നിക്കോദമസ് വീണ്ടും ജനിക്കണം. നമ്മുടെ മാതാപിതാക്കളാൽ ശാരീരികമായി ജനിച്ച് തങ്ങളുടെ കുടുംബത്തിലാവുന്നത് പോലെ നാം വീണ്ടും ജനിച്ച് ദൈവ കുടുംബത്തിലാവുന്നു. ആദ്യത്തേത് ശാരീരികമായ ജനനം. വീണ്ടും ജനിക്കുമ്പോൾ ആത്മീയമായി ജനിക്കുന്നു. ഈ വീണ്ടും ജനനം നമ്മെ പരിശുദ്ധാത്മാവ് നൽകിത്തരുന്നതാണ്. പരിശുദ്ധാത്മാവ് പുതിയ ജീവൻ നൽകുന്നു. ഈ വീണ്ടും ജനനം കർത്താവിനെ നമ്മുടെ രക്ഷിതാവായ ഹൃദയത്തിൽ നാം സ്വീകരിക്കുമ്പോൾ സംഭവിക്കുകയും ആ ജീവനിൽ നാം അവനെ അനുഗമിക്കുകയും പുതുതായി തീർന്നതോടൊപ്പം ദൈവ മക്കളായി ജീവിക്കുവാനും ഇടവരുന്നു. ചിത്രം 25. പരിശുദ്ധാത്മാവ്. യേശു സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുൻപായി ശിഷ്യന്മാരോട് വാഗ്ദത്തം ചെയ്യുകയുണ്ടായി അവൻ പരിശുദ്ധാത്മാവിനെ അയക്കുമെന്ന്. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ആശ്വാസദായകനായി തീരുന്നു. യേശു സ്വർഗാരോഹണം ചെയ്ത് 10 നാൾ കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ എല്ലാവരും ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൂടിയിരുന്നു. വലിയ കാറ്റിൻ്റെ ശബ്ദം കേട്ട് ചിത്രത്തിൽ കാണുന്നത് പോലെ അഗ്നിനാവുകൾ ഓരോ ശിഷ്യന്മാരിലും പതിക്കുകയുണ്ടായി. യേശു വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവ് അന്ന് അവരിൽ വരികയുണ്ടായി. അവർ ആത്മാവിൽ നിറഞ്ഞു. ആ ദിവസം
ഉത്സവ ദിവസമായിരുന്നതിനാൽ അനേക ഭാഷകളിൽ നിന്നുള്ള ആളുകൾ യെരൂശലേമിൽ ഉണ്ടായിരുന്നു. ശിഷ്യന്മാർ ആത്മാവ് നിറഞ്ഞ് അവിടെ കൂടി വന്നവരുടെ ഭാഷകളിൽ ദൈവത്തിൻ്റെ കാര്യങ്ങളെ സംസാരിക്കുവാൻ തുടങ്ങി. ദൈവം ചെയ്ത അത്ഭുത കാര്യങ്ങളും കർത്താവായ യേശുവിനെയും കുറിച്ച് സംസാരിച്ചു. 3000-ഓളം പേർ വചനം കേട്ട് യേശുവിനെ വിശ്വസിച്ച് സ്വീകരിച്ചു. യേശുവിനെ സ്വീകരിച്ച് അനുഗമിക്കുന്നവരിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നു. ആത്മാവ് നമ്മെ യേശുവിനെ അനുസരിക്കുവാനും അനുഗമിക്കുവാനും മറ്റുള്ളവരോട് യേശുവിനെ സാക്ഷിക്കുവാനും സഹായിക്കുകയും നമ്മെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ചിത്രം 26. വെളിച്ചത്തിൽ നടക്കുക. യേശുവിനെ സ്വീകരിക്കുന്നതിന് മുൻപ് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഇരുട്ടിൽ നടന്നവരാണ് നാം ഓരോരുത്തരും. വെളിച്ചമില്ലായകയാൽ തട്ടുകയും ഇടറുകയും വീഴുകയും ചെയ്യുന്നു, പാപത്തിൽ ജീവിക്കുകയും ചെയ്യുന്നു. എന്നാൽ യേശുവിനെ നാം സ്വീകരിക്കുമ്പോൾ നാം വെളിച്ചത്തിലും സത്യത്തിലും നടക്കുന്ന മനുഷ്യനെ പോലെ ആവുന്നു. അവന് എവിടെ പോകുന്നെന്നറിയാം. വഴി ദുർഘടമായാലും യേശുവിൻ്റെ വെളിച്ചം നമ്മെ നയിക്കും. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാവുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുട്ടിൽ നടക്കാതെ വെളിച്ചത്തിൽ നടക്കും. അവൻ്റെ പരിശുദ്ധാത്മാവ് വിശ്വാസികളെ നേർവഴിയിൽ നയിക്കും. ചിത്രം 27. പുതിയ വ്യക്തിയായിത്തീരുന്നു. ക്രിസ്തുയേശുവിനെ അനുഗമിക്കുന്നവർ പുതിയ വ്യക്തികളാണ്. ഒരുത്തൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടികളായിത്തീരുന്നു. അവൻ്റെ വചനം അനുസരിക്കുവാനും ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചതുകൊണ്ട് നന്ദിയോടെ ദൈവം നൽകിയ പുതിയ ജീവിതത്തിൽ നടക്കുകയും ചെയ്യണം. ദൈവത്തെ പ്രസാദിപ്പിക്കാത്ത പാപത്തിൻ്റെ മാർഗങ്ങളായ അസൂയയോ പകയോ പിണക്കമോ വ്യഭിചാരമോ കളവോ പറച്ചിലോ നാം യഥാർത്ഥമായി ആയിത്തീരാതെ, വിഗ്രഹാരാധനയിലും ആയിപ്പോകാതെ ജഡാഭിലാഷങ്ങളെ ഒഴിവാക്കി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ പാപത്തെ അതിജീവിച്ച് ജീവിക്കും. ചിത്രം 28. ക്രിസ്തീയ കുടുംബം. കുടുംബം മൊത്തമായി യേശുവിൻ്റെ വഴിയിൽ ജീവിക്കുമ്പോൾ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുകയും ഭാര്യ ഭർത്താവിനെ മാനിക്കുകയും ചെയ്യും. വേദപുസ്തകം പഠിപ്പിക്കുന്നത് പോലെ ഭാര്യ ഭർത്താക്കന്മാർ അന്യോന്യം സഹകരിച്ച് പ്രോത്സാഹിപ്പിച്ച് അന്യോന്യം കരുതി ജീവിക്കുന്നതോടൊപ്പം തന്നെ തങ്ങളുടെ മക്കളെ ദൈവത്തെ സ്നേഹിക്കുവാനും അനുസരിക്കുവാനും ബഹുമാനിക്കുവാനും അവനെ വചനത്തിൽ നിന്നും പഠിപ്പിക്കണം. കുടുംബമായി ദൈവത്തോട് പ്രാർത്ഥിച്ച് ഒരുമിച്ച് ദൈവവചനം വായിച്ച് ഒരുമയോട് ജീവിച്ച് കർത്താവിനെ സ്നേഹിക്കുകയും മാനിക്കുകയും ചെയ്യണം. ചിത്രം 29. ശത്രുക്കളെ സ്നേഹിക്കുക. യേശു തൻ്റെ അനുഗാമികളെ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ പഠിപ്പിച്ചു. അവൻ സ്നേഹത്തിൻ്റെ ഉറവിടമാണ്. നമ്മുടെ ശത്രുക്കളെ പോലും നാം സ്നേഹിക്കണം. ഒരിക്കൽ യേശു ഒരു ഉപമ പറയുകയുണ്ടായി. ഒരു യാത്രയിലായിരുന്ന ഒരു മനുഷ്യനെ കവർച്ചക്കാർ മർദ്ദിക്കുകയും ഉപദ്രവിക്കുകയും മുറിവേൽപ്പിക്കുകയും കൊള്ളയിടുകയും ചെയ്തു. വഴിയിൽ ഉപേക്ഷിച്ചു പോയ മനുഷ്യൻ മരണത്തോട് മല്ലിടുമ്പോൾ വേറൊരു വംശത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ ഇത് കണ്ടിട്ട് അവനോട് ദയവ് തോന്നുകയുണ്ടായി. അവൻ്റെ മുറിവുകളെ കെട്ടി അവൻ്റെ കഴുതപ്പുറത്ത് ഈ മുറിവേറ്റ മനുഷ്യനെ ഒരു സത്യത്തിലാക്കി ശുശ്രൂഷിക്കുകയുണ്ടായി. ആയത് മാത്രമല്ല, അവൻ്റെ അസ്വസ്ഥത മാറുന്നവരെ അവനെ ശുശ്രൂഷിക്കുവാനുള്ള ചെലവും താൻ വഹിച്ചു. യേശു എന്നിട്ട് പറഞ്ഞു, നാം ഓരോരുത്തരും മറ്റുള്ളവരെ ഈ നല്ല അയൽക്കാരൻ ചെയ്തതുപോലെ അവർ ആരായിരുന്നാലും അവരെ സ്നേഹിക്കുകയും കരുതുകയും അവരെ നാം കർത്താവിൻ്റെ സ്നേഹത്താൽ നാം അവരെ ശുശ്രൂഷിക്കുകയും ചെയ്യണം. ചിത്രം 30. യേശു സർവശക്തനായ ദൈവമാണ്. ഈ ചിത്രത്തിൽ കാണുന്ന മനുഷ്യർ അവരുടെ വിഗ്രഹങ്ങളെയും മന്ത്രവാദ പുസ്തകങ്ങളെയും തീയിലിട്ട് ചുട്ടുകളഞ്ഞു. മുമ്പേ അവർ പിശാചിന് അടിമപ്പെട്ട് ഈ വഴി നടന്നവരാണ്. നാമും പിശാചിന് അടിമപ്പെട്ടവരായിരുന്നു. അവനെ സ്നേഹിക്കുകയായിരുന്നു. നാം ഇപ്പോൾ അവയെ ഭയപ്പെടുകയോ സേവിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. കർത്താവായ യേശു ക്രിസ്തു അവനേക്കാളേറെ വലിയ ശക്തിയുള്ള ദൈവമാണ്. കാരണം യേശു സാത്താനെ ജയിച്ച് അവൻ മഹാശക്തിയോടെ മരണത്തെ അതിജീവിച്ച ദൈവമായിരിക്കാൻ അവൻ നാം ആശ്രയിക്കണം. പിശാചിനോടും അവൻ്റെ തന്ത്രങ്ങളോടും
നമ്മെ ചേർത്ത് നിർത്തുന്ന സകലത്തെയും ഒഴിവാക്കി അവൻ നമ്മെ സകലത്തിൽ നിന്നും വിടുവിച്ച് നടത്തുവാൻ കഴിവുള്ളവനായിരിക്കാൽ അവനോട് അപേക്ഷിച്ച് അവന്റെ ശക്തിയിൽ ആശ്രയിച്ച് നാം ജീവിക്കണം. ചിത്രം 31. ദുരാത്മാക്കളെ പുറത്താക്കുന്നു. വളരെയധികം അശുദ്ധാത്മാക്കൾ ബാധിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഒന്നുകൊണ്ട് ബന്ധിച്ചിട്ടും കീഴടക്കുവാൻ സാധിക്കാത്തവനായിരുന്നു അവൻ. പിശാചിന്റെ ശക്തിയാൽ അവൻ സകലത്തെയും തകർത്ത് നശിപ്പിച്ച് നടന്നു. അവനെ തന്നെയും അവൻ യഥാർത്ഥമായിട്ടും നശിപ്പിക്കുകയുണ്ടായി. യേശു ആ പിശാച് ബാധിച്ച മനുഷ്യനെ അവന് സകല അശുദ്ധാത്മാക്കളെയും പുറത്താക്കി ആ മനുഷ്യനെ സ്വതന്ത്രനാക്കി. അവൻ്റെ ഭവനത്തിലേക്കും അവൻ്റെ അയൽക്കാരോടും അവൻ്റെ മറ്റുണ്ടായിരുന്ന സ്നേഹിതരോടും കർത്താവ് ചെയ്തത് അവനോട് പറയുവാൻ കർത്താവ് കൽപ്പിച്ചയക്കുകയുണ്ടായി. പിശാചും സാത്താനും യേശുവിനെ അനുസരിക്കുന്നു. നിങ്ങളും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ അവനോട് എതിർത്ത് നിൽക്കുകയും കർത്താവിന് കീഴടങ്ങി അവനെ അനുസരിച്ച് ജീവിക്കുകയും വേണം. ചിത്രം 32. പരീക്ഷ. ദൈവമക്കളെ പിശാച് പല രീതിയിൽ പരീക്ഷിക്കുവാൻ ശ്രമിക്കും. അവൻ്റെ ഉദ്ദേശം നാം യേശുവിനെ അനുസരിക്കരുത്, അനുഗമിക്കരുതെന്നാണ്. പിശാച് ദൈവമക്കളെ ലോകപരമായി പണം കൊണ്ടും വസ്ത്രങ്ങൾ കൊണ്ടും മയക്കുമരുന്ന് കൊണ്ടും മദ്യപാനത്തിലും അസാൻമാർഗീയ ജീവിതത്തിലും മനുഷ്യനെ പരീക്ഷിക്കുവാൻ ശ്രമിക്കും. അവൻ്റെ ഉദ്ദേശം ഈ വസ്തുതകൾ നമുക്ക് വലിയ സന്തോഷം നൽകുന്നതാണ്. എന്നാൽ സാത്താൻ വഞ്ചകനും കളവ് പറയുന്നവനുമാണ്. നമ്മെ ദൈവത്തിനെതിരായി തിരിപ്പിക്കുകയാണ് അവൻ്റെ ഉദ്ദേശം. ആ സമയങ്ങളിൽ കർത്താവിൻ്റെ സഹായത്തിനായി അവനോട് നാം പ്രാർത്ഥിക്കണം. അവൻ നമ്മെ സഹായിക്കും. അവൻ ആശ്രയിച്ച് അവൻ്റെ ശക്തിയാൽ പരീക്ഷയെ അതിജീവിക്കുവാൻ സാധിക്കും. ചിത്രം 33. നാം പാപം ചെയ്തുവെങ്കിലോ? ഒരുപക്ഷെ ഒരു വിശ്വാസി പാപം ചെയ്തെന്നിരിക്കാൽ എന്താണ് സംഭവിക്കുന്നത്? യേശു ഒരു ഉപമ ഒരിക്കൽ പറഞ്ഞു. ചെറുപ്പക്കാരനായ ഒരു മകൻ അപ്പനെ വിട്ട് തൻ്റെ വീതം വാങ്ങി ദൂരദേശത്ത് പോയി. പിതാവിൻ്റെ ധനം പാപത്തിനും അസാൻമാർഗീയ ജീവിതത്തിനും അവൻ ചെലവിട്ട് എല്ലാം നശിപ്പിച്ചു. ആ നാട്ടിൽ വലിയ ക്ഷാമം കടന്നു വന്നു. അവൻ്റെതെല്ലാം നഷ്ടപ്പെട്ടു. വിശന്ന് വലഞ്ഞ് അവന് ഒരിക്കൽ സുബോധം വന്നു. അതെ, അവൻ ദൈവത്തോട് തീർച്ചയായിട്ടും പാപം ചെയ്യുന്നവന് മനസ്സിലായി. ആ സുബോധത്താൽ അവൻ അപ്പൻ്റെ അടുക്കലേക്ക് തിരികെ വന്നു. അവൻ അപ്പനോട്, സ്വർഗത്തോടും നിന്നോടും ഞാൻ പാപം ചെയ്തു. അതിനെക്കുറിച്ച് അവൻ മാനസാന്തരപ്പെട്ടു. അവൻ അപ്പൻ്റെ വീട്ടിൽ തിരികെ ചെന്നു. അവൻ്റെ അപ്പൻ അവൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ചു, അവനെ കൈക്കൊണ്ടു, അവനെ സ്നേഹിച്ചു. ദൈവമക്കളായ നാം പാപത്തിൽ ആയാൽ നാം നമ്മുടെ പാപത്തിൽ നിന്നും മാനസാന്തരപ്പെട്ട് പാപത്തിൽ നിന്നും ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുവാൻ അവനോട് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയണം. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം നമ്മുടെ പാപങ്ങളെ കഴുകി നിർമ്മലമാക്കി നമ്മെ സ്വർഗത്തിലെ പിതാവിൻ്റെ അടുക്കലേക്ക് നമ്മെ വീണ്ടും എത്തിക്കും. മാനസാന്തരപ്പെടുന്ന പാപിയെക്കുറിച്ച് സ്വർഗം എപ്പോഴും സന്തോഷിക്കും. ചിത്രം 34. രോഗങ്ങൾ. ദൈവമക്കൾക്ക് രോഗം വരുമ്പോൾ നാം എന്തു ചെയ്യണം? നാം ദൈവത്തിൽ ആശ്രയിച്ച് അവനോട് പ്രാർത്ഥിക്കണം. അവൻ്റെ ഹിതമാണെങ്കിൽ അവൻ നമ്മെ സൗഖ്യമാക്കുകയും അവൻ്റെ സമാധാനത്താൽ നിറയ്ക്കുകയും ചെയ്യും. സകലതും അവൻ്റെ നിയന്ത്രണത്തിലാണെന്ന് നാം അറിയുകയും അവൻ്റെ സാന്നിധ്യവും സമാധാനവും നമ്മുടെ രോഗക്കിടക്കയിൽ അനുഭവിപ്പാനും അത് നമ്മെ കർത്താവിനോടുകൂടെ അടുക്കുവാനും സഹായിക്കുകയും അവൻ നമ്മുടെ രോഗക്കിടക്ക മാറ്റി നമ്മളെ സൗഖ്യമാക്കുകയും ചെയ്യും. ചിത്രം 35. മരണം. ഈ ചിത്രത്തിൽ ഒരാളെ അടക്കം ചെയ്യുവാൻ പോകുന്നു. ഒരിക്കൽ നാം ഓരോരുത്തരും മരിക്കും. അപ്പോൾ എന്താണ് ദൈവമക്കൾക്ക് സംഭവിക്കുന്നത്? ദൈവവചനത്തിൽ ശ്രദ്ധിക്കാം. വിശ്വാസി മരിക്കുമ്പോൾ അവൻ്റെ ആത്മാവും ദേഹിയും സ്വർഗത്തിൽ കർത്താവിൻ്റെ അടുക്കൽ പോകുന്നു.
ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഇവിടെയുള്ള തൻ്റെ ബന്ധുമിത്രാദികളും മറ്റുള്ള അയൽക്കാരും ദുഃഖിതരും സങ്കടത്തിലാകുകയും കരയുകയും ചെയ്യുന്നു. എന്നാൽ നാം മരണത്തെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദൈവം നമ്മെ സ്നേഹിച്ച് പാപങ്ങളെ ക്ഷമിച്ച് നിത്യമരണത്തിൽ നിന്നും നമ്മെ രക്ഷിച്ചിരിക്കാൽ നാം സ്വർഗത്തിൽ കർത്താവിനോടായിരിക്കും. എന്നാൽ കർത്താവായ യേശുവിനെ സ്വീകരിക്കാത്തവർ വേദപുസ്തകം പറയുന്നത് അവർ നിത്യമായ നാശത്തിലും നരകത്തിലേക്കും കടന്നുപോകും. നിങ്ങൾ മരിച്ചാൽ എവിടേക്ക് പോകും? കർത്താവിൻ്റെ രണ്ടാം വരവെങ്കിൽ തന്നിൽ വിശ്വസിച്ച് മരിച്ചവരെ അവൻ ഉയർപ്പിച്ച് അവനെപ്പോലെ ആക്കി തീർത്ത് അവനോടൊത്ത് എന്നെന്നും ആർക്കും. ചിത്രം 36. കർത്താവിൻ്റെ ശരീരമായ സഭ. നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും അതാതിൻ്റെതായ പ്രാധാന്യവും പ്രയോജനവുമുണ്ട്. കണ്ണ് കാഴ്ചയ്ക്കും, ചെവി കേൾക്കുവാനും, നാവ് സംസാരിക്കുവാനും, വായ് ഭക്ഷിക്കുവാനും ആയിരിക്കുന്ന പോലെ ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും ഒരുമയോടെ പ്രവർത്തിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നാൽ ഒരവയവം വേദനിക്കുമ്പോൾ ശരീരം മൊത്തമായി വേദനിക്കപ്പെടുന്നു. ദൈവവചനത്തിൽ കൂടി നാം മനസ്സിലാക്കുന്നത് വിശ്വാസികളെല്ലാവരും സഭയെന്ന കർത്താവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളാണ്. കർത്താവായ യേശുക്രിസ്തു ആ ശരീരമായ സഭയുടെ തലയാണ്. എല്ലാ വിശ്വാസികളും അവരവരുടെ പ്രവൃത്തി ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്യേണ്ടത് ആവശ്യമാണ്. സഭയിലുള്ള ചിലർ പ്രസംഗിക്കുന്നു, പാടുന്നു, കൊടുക്കുന്നു, പഠിപ്പിക്കുന്നു. ചിലർ അതിഥികളെ ശുശ്രൂഷിക്കുന്നു, മറ്റുള്ളവരെ എല്ലാ രീതിയിലും സഹായിക്കുന്നു. എന്നാൽ ഒരു വിശ്വാസി തൻ്റെ ഉത്തരവാദിത്വവും ചുമതലയും വേണ്ട വിധത്തിൽ ചെയ്തില്ല എങ്കിൽ മൊത്തം സഭയ്ക്കും അത് യഥാർത്ഥമായിട്ടും പ്രയാസമുണ്ടാക്കുന്നു. ആയതിനാൽ എല്ലാ വിശ്വാസികളും ഒരുമിച്ച് പ്രവർത്തിച്ച് അന്യോന്യം സഹായിച്ച് കർത്താവിൽ വർദ്ധിക്കുകയും വളരുകയും ചെയ്യണം. ചിത്രം 37. ആരാധനയ്ക്കായി വിശ്വാസികൾ കൂടി വരണം. വിശ്വാസികൾ പതിവായി ഒരിടത്ത് ആരാധനയ്ക്കായി കൂടണം. അവർ കൂടി വരുമ്പോൾ ദൈവത്തെ ആരാധിക്കണം. ദൈവ വചനത്തിൽ നിന്ന് കേൾക്കുകയും പഠിക്കുകയും ചെയ്യണം. പ്രാർത്ഥിക്കണം. അവനെ സ്തുതിസ്തോത്രങ്ങളോടെ നന്ദിയോടെ പാടി പുകഴ്ത്തണം. കർത്താവിൻ്റെ വേലക്കായി നാം ഭൗതിക അനുഗ്രഹങ്ങളിൽ നിന്നും കൊടുക്കണം. കർത്താവ് ഓർപ്പിച്ചതുപോലെ അവൻ്റെ ജനം കൂടി വരുമ്പോൾ അവർ അവൻ്റെ മരണത്തെയും അടക്കത്തെയും ഉയർപ്പിനെയും വീണ്ടും വരവിനെ ഓർക്കുകയും അവൻ്റെ ശരീരത്തെ ചൂണ്ടിക്കാണിക്കുന്നതായ അപ്പം ഭക്ഷിക്കുകയും അവൻ്റെ രക്തത്തെ കാണിക്കുന്ന മുന്തിരിച്ചാറ് കുടിക്കുകയും ചെയ്യണം. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ അവൻ്റെ ശരീരം നമ്മുടെ പാപത്തിനായി നുറുക്കപ്പെടുകയും അവൻ്റെ രക്തം നമ്മുടെ പാപത്തിൽ നിന്നും രക്ഷിക്കുവാൻ ചിന്തുകയും അത് അവൻ്റെ രണ്ടാം വരവ് വരെയും തുടർച്ചയായി സഭയായി ചെയ്ത് കൊണ്ടിരിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ചിത്രം 38. യേശു തൻ്റെ ജനത്തിനായി തിരികെ വരുന്നു. അവൻ വാഗ്ദാനം ചെയ്തതുപോലെ കർത്താവ് ഒരിക്കൽ തിരികെ വരും അവനെ പ്രതീക്ഷിക്കുന്നവർക്കായി. അവൻ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും വരുന്നത്. അവനെ വിശ്വസിച്ച വിശ്വാസികൾ കല്ലറകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും. അവനെ വിശ്വസിച്ച് ജീവിക്കുന്നവർ പൊടുന്നനവെ രൂപാന്തരപ്പെട്ട് ഒരുമിച്ച് മേഘങ്ങളിൽ എടുക്കപ്പെടും. അങ്ങനെ നാം കർത്താവിനോട് എന്നെന്നും ആയിരിക്കും. അവിശ്വാസികൾ തള്ളപ്പെടും. ദൈവിക ന്യായവിധി കഠിനമായി അനുഭവിക്കേണ്ടി വരും. അവൻ എപ്പോൾ വരുമെന്ന് നാം അറിയായാൽ എപ്പോഴും ഒരുങ്ങി കാത്തിരിക്കണം. ഒരുപക്ഷെ കർത്താവ് ഇന്ന് വരികയാണെങ്കിൽ അവനെ എതിരേൽക്കുവാൻ നീ ഒരുങ്ങിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നിന്റെ ജീവിതം ക്രമപ്പെടുത്തി അവനെ എതിരേൽക്കുവാൻ ഒരുങ്ങുമോ? ചിത്രം 39. നാം കർത്താവിനായി ഫലം കായ്ക്കണം. ഈ ചിത്രത്തിലെ വൃക്ഷത്തിൽ വളരെ ഫലം കാണുവാൻ കഴിയുന്നു. നാം കർത്താവിനെ അനുഗമിക്കുമ്പോൾ പരിശുദ്ധാത്മാവാം ദൈവം ഈ ആത്മീയ ഫലങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഉളവാക്കുന്നു. വേദപുസ്തകത്തിൽ ഈ ഫലങ്ങളെ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജിതം,
ഇങ്ങനെ പലതായി കാണുന്നു. യേശു പറഞ്ഞു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാവുന്നു. നിങ്ങൾ എന്നിൽ വസിച്ചാൽ ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും ആയിരിക്കും. നിങ്ങൾ വളരെ ഫലം കായ്ക്കും. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നത് കൊണ്ട് പിതാവായ ദൈവത്തെ നിങ്ങൾ മഹത്വപ്പെടുത്തും. ഉണങ്ങിയ കൊമ്പുകൾ ഫലം കായ്ക്കയില്ല. അവയെ മുറിച്ച് തീയിലിട്ട് ചുട്ടുകളയും. ദൈവം ആഗ്രഹിക്കുന്നത് അവൻ്റെ അനുഗാമികളായ നാം ഓരോരുത്തരും വളരെ ഫലം കായ്ച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്നുള്ളതാണ്. അങ്ങനെ നാം ജീവിക്കുമ്പോൾ മറ്റുള്ളവർ കർത്താവിൽ വളരുവാനും കർത്താവിൽ ആയിത്തീരുവാനും സാധിക്കും. നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയും. ചിത്രം 40. അവൻ്റെ സാക്ഷികളാകുക. തൻ്റെ ശിഷ്യന്മാരോട് അരുളിച്ചെയ്യുകയുണ്ടായി, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവ് നാമത്തിൽ സുവിശേഷം അറിയിച്ച് സ്നാനപ്പെടുത്തി ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കി കൊൾവിൻ. അങ്ങനെ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നവർ അവർ പാപത്തിൽ നിന്നും നിത്യനരകത്തിൽ നിന്നും നിത്യയാതിൽ നിന്നും രക്ഷ പ്രാപിക്കും. നീ ഒരു വിശ്വാസി ആണെങ്കിൽ മറ്റുള്ളവരെ ഈ സുവർത്തമാനം അറിയിക്കുവാൻ നീ മുൻകൈയെടുത്ത് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ചെയ്യുമോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിനക്ക് ധൈര്യവും സംസാരിക്കുവാനുള്ള കഴിവും നൽകിത്തരും. ഈ ചിത്രപുസ്തകം നീ ഉപയോഗിച്ച് നീ പഠിച്ചത് നീ മറ്റുള്ളവരെയും അറിയിക്കുമോ? അങ്ങനെ ആണെങ്കിൽ നീ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചതുകൊണ്ട് നിന്റെ സാക്ഷ്യം കൊണ്ട് മറ്റനവധി പേര് ഈ സാക്ഷി മുഖാന്തരം കർത്താവായ യേശുക്രിസ്തു എന്ന രക്ഷിതാവിനെ അറിഞ്ഞ് നിത്യജീവന്റെ അവകാശികളായി തീരുവാൻ സാധിക്കും. അങ്ങനെ നീ കർത്താവിൻ്റെ ഒരു ഉത്തമ സാക്ഷിയായി ജീവിക്കുവാൻ സാധിക്കും. ദൈവം നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ സാക്ഷിയായി തീരുവാൻ നിന്നെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.